ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ച് സംഘപരിവാർ സംഘടനകൾ. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ. യുവതീ പ്രവേശനത്തെ പിന്തുണയ്ക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് കെ അണ്ണാമലൈ ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ബദൽ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പമ്പയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞായിരുന്നു ശബരിമല സംരക്ഷണ സമിതിയുടെ ബദൽ സംഗമം. ഉദ്ഘാടന പ്രസംഗത്തിൽ തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ അണ്ണാമലൈ CPIM-നും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ആഞ്ഞടിച്ചു. திரு விஜயன் அவர்களுக்கும் கம்யூனிஸ்ட் ஆட்சி எங்களுடைய வேண்டுகோள், நீங்கள் புரிந்து கொள்ள வேண்டும், மனிதனுடைய சட்டங்கள் உங்களுடைய சட்டங்கள் ஐயப்பனுக்கு பொருந்தாது என்பதை எப்பொழுது புரிந்து கொள்ளுகின்றீர்களோ அன்னைக்கு உங்களுக்கு நல்ல புத்தி கிடைக்கும். 2018 സർക്കാർ അതിക്രമങ്ങൾ മറക്കാനാകില്ലെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി നാരായണവർമ്മ. ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളത് ഓർക്കും. അന്ന് ഈ പാപികൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഇവർക്ക് മോക്ഷം കിട്ടില്ല. ഇവരെ എത്ര കോടി അയ്യപ്പ എന്ന് വിളിച്ചാലും ഇവർക്ക് യാതൊരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. തേജസ്വി സൂര്യ, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. വീരമണിയുടെ പ്രസിദ്ധമായ ഗാനം മകൻ വീരമണിക്കണ്ണൻ ആലപിച്ചു. ശരണം വിളികളോടെ തുടങ്ങിയ ബദൽ സംഗമം CPM-നെയും സർക്കാരിനെയും കടന്നാക്രമിക്കുന്ന വേദിയായി മാറി. പമ്പയിലെ സംഗമത്തിന് മുകളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനായതും സംഘപരിവാർ സംഘടനകൾക്ക് നേട്ടമായി. പന്തളത്ത് നിന്ന് MG പ്രതീഷ്, 24. പമ്പാ തീരത്തെ ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി ഇന്നും രാഷ്ട്രീയ വാക്പോര്. നടന്നത് BJP CPM ഐക്യ സംഗമമെന്നാണ് കോൺഗ്രസ് വിമർശനം. പമ്പയിൽ നടത്തിയത് AI സംഗമമെന്ന് BJP പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തൻ എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം CPM ജനറൽ സെക്രട്ടറി MA ബേബി തള്ളി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സംഗമം വിജയമെന്ന് ദേവസ്വം ബോർഡും സർക്കാരും ആവർത്തിക്കുന്നു. അല്ല, ആഗോള അയ്യപ്പ സംഗമം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 4126 പേർ അവിടെ പങ്കെടുത്തു എന്നുള്ളത് യാതൊരു പ്രശ്നവുമില്ലാത്ത കാര്യമാണ്. കൃത്യമായ റെക്കോർഡുകൾ ഞങ്ങളിലുണ്ട്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നതിന് CPM-ന് മടിയില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം നരേന്ദ്രമോദിയേക്കാൾ അമിത്ഷായേക്കാൾ കൂടുതൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ജനങ്ങളെ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ സന്ദേശം വായിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ല. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ദേവസ്വം മന്ത്രി പുളകം കൊണ്ടെന്ന് BJP നേതാവ് V മുരളീധരന്റെ പരിഹാസം. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനിടെ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വ്യക്തിപരമെന്ന് MA ബേബി പ്രതികരിച്ചു. വെള്ളാപ്പള്ളി നടേശന പറഞ്ഞതിനെ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമായും അഭിപ്രായമായിട്ടും മാത്രമേ കാണേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് 24. ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചില്ല. തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴാകും സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുക. സ്വർണ്ണപ്പാളി വിവാദവും ചീറ്റിപ്പോയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. കോടതി അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയത് വിവാദമായിരുന്നു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരിച്ചെത്തിയ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് സ്ഥാപിച്ചില്ല. തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴാകും സ്വർണ്ണപ്പാളി സ്ഥാപിക്കുക. അതുവരെ സ്വർണ്ണപ്പാളികൾ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും. അടുത്ത മാസം നട തുറക്കുമ്പോൾ ശ്രീകോവിലിന്റെ വാതിലിലും അറ്റകുറ്റപ്പണികൾ നടത്തും. ഹൈക്കോടതിയോട് കൂടി അനുമതി വാങ്ങിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. സ്വർണ്ണപ്പാളിക്ക് തൂക്കം കുറഞ്ഞത് വിചിത്രവാദമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി എന്ന് പറയുന്നത് പോലെ ആ വിവാദവും ചീറ്റിപ്പോയി. എന്തുപറ്റി? ഞങ്ങളുടെ SP-യെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. SP അവിടെ പോയി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. SP പറഞ്ഞത് കൃത്യമായ മാനുവൽ പ്രകാരമുള്ള സകല
പ്രൊസീജിയറും പാലിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ വരുന്നത് എന്താ, 2019 എന്തോ ഒരു പ്രശ്നമാണ്, അത് പീഡം വന്നു, തൂക്കം കുറഞ്ഞു. ഇതൊക്കെ സത്യത്തിൽ വിചിത്രമായ വാദങ്ങളാണ്. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതെന്നും PS പ്രശാന്ത് ആവർത്തിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ വൈകിയതിൽ മാത്രമാണ് വീഴ്ച സംഭവിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. 24 തിരുവനന്തപുരം. വികസന സദസ്സ് ബഹിഷ്കരിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ ചർച്ച നടത്താമെന്നും ചിലരിൽ ആ തുറന്ന മനസ്സ് കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന സദസ്സിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയായ സമീപനമാണോ എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സ് ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയാണ് സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ വെച്ച് മുഖ്യമന്ത്രി നൽകിയത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും തർക്കിക്കാനും നിരവധി അവസരങ്ങളുണ്ട്. എന്നാൽ അവയൊന്നും നാടിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ മാറാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പാർലമെന്ററി ഭാഷയിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ, അവർക്ക് നാടിന്റെ വികസന പ്രക്രിയയിൽ ഒരു പങ്കുമില്ലേ? നാട് നമ്മുടെ എല്ലാവരുടേതുമല്ലേ? ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എല്ലാവരും ഇതിൽ പങ്കാളിത്തം വഹിക്കണമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുക. ആ ചർച്ച തുറന്ന മനസ്സോടെ നടത്താലോ. സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവും കാണിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തോടുള്ള പ്രതികരണം ഇതല്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. UDF ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ അവർ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സദസ്സ് നടക്കാൻ ഇടയില്ല. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. CPM നേതാവ് KJ ഷൈന് എതിരായ സൈബർ ആക്രമണ പരാതിയിൽ രണ്ടാം പ്രതി KM ഷാജഹാന്റെ വീട്ടിലും പോലീസ് പരിശോധന. തിരുവനന്തപുരത്തെ വീട്ടിലാണ് പരിശോധന. ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്യും. ആൻമരിയ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ ആൻമരിയ, ഇന്ന് വ്യാപകമായി ഈ വിഷയത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരുടെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ KM ഷാജഹാന്റെ വീട്ടിലും റെയ്ഡ് നോട്ടീസ് നൽകി പോലീസ് മടങ്ങും എന്ന് കരുതാം അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതിവേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു. പിന്നീട് മൂന്നാമതൊരാൾ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബറായിട്ടുള്ള യാസിർ എന്ന് പറയുന്ന ആളെയാണ് പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. മൂന്നാം പ്രതിയായിട്ടാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. ആ വ്യക്തിയുടെ മലപ്പുറത്തുള്ള വീട്ടിലും പോലീസിന്റെ പരിശോധന നടക്കുന്നു. പിന്നീട് പോലീസിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി KM ഷാജഹാൻ വീട്ടിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നതിൽ ഒരു പരിമിതി അന്വേഷണ സംഘത്തിന് നേരിടേണ്ടതായി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള KM ഷാജഹാന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. അത് പറവൂരിലുള്ള പോലീസ് ടീമും അതോടൊപ്പം തന്നെ സൈബർ ടീമും, അത് മുനമ്പൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്തുള്ള KM ഷാജഹാന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. പിന്നീട് അവിടെ മൊഴി രേഖപ്പെടുത്തും. പിന്നീട് ഇവർക്ക് നോട്ടീസ് നൽകും. നാളെ ഹാജരാകാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേർക്കും പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ മുനമ്പൻ ഡിവൈഎസ്പിയുടെ ഓഫീസിന് മുൻപിലോ ആലുവ സൈബർ ഡോമിന് മുമ്പിലോ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കേസുമായിട്ടുള്ള അതിവേഗത്തിലുള്ള നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. KM ഷാജഹാനെതിരെ KJ ഷൈൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ 3 MLA-മാർ, CPM-ന്റെ 3 MLA-മാർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് KM ഷാജഹാനെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക എന്ന രീതിയിലേക്ക് പോലീസിന്റെ അന്വേഷണം നടന്നത്. അതുകൊണ്ടാണ് അവസാന ഭാഗത്തേക്ക് KM ഷാജഹാന്റെ വീട്ടിലെ പരിശോധന എന്ന രീതിയിലേക്ക് മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ്. സൈബർ അതിക്രമ പരാതി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതായുണ്ട്. അത് ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഈ 3 പ്രതികളുടെയും വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ നിലവിൽ ഇവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. 2 പ്രതികൾക്ക് പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. യാസിറിനും ഗോപാലകൃഷ്ണനും നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KM ഷാജഹാനും നാളെ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകും. ഇതിനിടയിലാണ് മറ്റൊരു പരാതി കൂടി വന്നിരിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെതിരെയാണ് KJ ഷൈൻ ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. അത് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റജിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് പേര് പരാമർശിച്ച് അപവാദ പ്രചാരണം നടത്തിയതിനാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ടും ഒരു കേസിലേക്ക് കടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വിജയകുമാർ.
യെസ്, കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരത്തെ വീട്ടിലാണ് പരിശോധന. ഹാജരാകാൻ ഒരുപക്ഷെ നാളെ തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഷാജഹാനും നോട്ടീസ് നൽകും. നേരത്തെ മറ്റു പ്രതികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. പലരും ഒളിവിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അൻവരിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. രാജ്യത്ത് അവശ്യ വസ്തുക്കൾക്കും മരുന്നിനും ചെറുവാഹനങ്ങൾക്കുമുള്ള വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നു. GST നിരക്ക് പരിഷ്കാരം നിലവിൽ വന്നിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ വ്യാപാരികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. വിലക്കുറവ് ഇടത്തരക്കാർക്കും വനിതകൾക്കും വലിയ ആശ്വാസമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നവരാത്രി, ദീപാവലി ഉത്സവകാലത്ത് വിലക്കുറവിന്റെ ആശ്വാസത്തിൽ ജനം. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 400-ലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വില കുറയുക. സാധനങ്ങളുടെ പാക്കറ്റിൽ പഴയ വിലയാണെങ്കിലും പുതിയ GST അനുസരിച്ചായിരിക്കും ബിൽ. ഉപഭോക്താക്കൾ ഇക്കാര്യം ഉറപ്പുവരുത്തണം. വിലക്കുറവ് ലഭ്യമാകുന്നുണ്ടോ എന്ന് GST വകുപ്പ് പരിശോധിക്കും. അരുണാചൽ പ്രദേശിൽ വ്യാപാരികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. വിലക്കുറവ് ഇടത്തരക്കാർക്കും വനിതകൾക്കും വലിയ ആശ്വാസമെന്ന് പ്രധാനമന്ത്രി. GST बचत उत्सव की फिर से एक बार बधाई दूंगा. नेक्स्ट जनरेशन GST रिफॉर्म का भी बहुत बड़ा फायदा उन्हें ही मिलने वाला है. आपको अब हर महीने घर के बजट में बहुत राहत मिलने वाली है. GST നിരക്ക് പരിഷ്കാരം നിലവിൽ വന്നതോടെ ഷോപ്പുകളിൽ ബില്ലിംഗിൽ മാറ്റം വരുത്തി. പരിഷ്കാരം ചില്ലറ വിൽപ്പനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കച്ചവടക്കാർ. ഈ സാധനങ്ങളെല്ലാം 18%, 22% ഉണ്ടായിരുന്ന സാധനങ്ങൾ വരെ ഉണ്ടായിരുന്നു. ബേക്കറി മറ്റേ ഐറ്റംസ് എല്ലാം അതെല്ലാം 5% വരിക എന്ന് പറഞ്ഞാൽ സ്ലാഷ് ചെയ്ത് വരും എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് തീർച്ചയായിട്ടും പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടും. ഒരുപാട് നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. സിമന്റ് ഉൾപ്പെടെയുള്ളവർക്ക് വില കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്കും ആശ്വാസമാണ്. കാറുകൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ GST പ്രകാരം വില കൂടുക. 40% സിൻ ടാക്സാണ് ലഹരി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക. ന്യൂസ് ഡെസ്ക് 24. പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതോടെ ജനങ്ങൾ പ്രതീക്ഷയിലാണെങ്കിലും സംസ്ഥാന സർക്കാർ ആശങ്കയിലാണ്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ 8000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വേണ്ടത്ര പഠനം നടത്താതെ നടപ്പാക്കിയ പരിഷ്കാരമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഒരു ഉത്പന്നത്തിൽ ഈടാക്കുന്ന GSTയുടെ പകുതി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് 28% GST ഈടാക്കിയാൽ അതിൽ പകുതി 14% നികുതി സംസ്ഥാനത്തിന് ലഭിക്കും. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം മുൻപ് 28% വരെ ഈടാക്കിയിരുന്ന GST 18%, 5%, 0% കുറയും. സ്വാഭാവികമായും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി കുറയും. കേന്ദ്രത്തിന് വിമർശനവുമായി 24നോട് KN ബാലഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ. കേന്ദ്ര ഗവൺമെന്റ് 50,000 60,000 എവിടെ സ്റ്റഡി ചെയ്തിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ അംഗമാണ്. എവിടെ സ്റ്റഡി ചെയ്ത റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഏറ്റവും മിനിമം 2 ലക്ഷം കോടിയെങ്കിലും നഷ്ടം വരുമെന്നാണ് ചില പണ്ഡിതന്മാർ, സാമ്പത്തിക രംഗത്ത് ഈ മേഖലയെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരു പഠനവും ഇല്ലാതെ നമ്മുടെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് അനൗൺസ് ചെയ്തതുപോലെ അനൗൺസ്മെന്റാണ് വന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് നടപ്പാക്കുന്ന സംവിധാനമായി GST കൗൺസിൽ മാറിയെന്ന് മന്ത്രി P രാജീവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് എൻഡോഴ്സ് ചെയ്യുന്ന സംവിധാനമായിട്ട് GST കൗൺസിൽ മാറിയിരിക്കുന്നു. നികുതി എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം അത് നികത്തുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടത്തിയ പഠനത്തിൽ 7803 കോടി രൂപയുടെ നഷ്ടമാണ് മുന്നിൽ കാണുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ 6 മാസം പിന്നിട്ടതിനാൽ ഇനി ഈ വർഷം 4000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. ഈ വരുമാനം ഉൾപ്പെടെ കണക്കാക്കിയാണ് സർക്കാർ ബജറ്റ് തയ്യാറാക്കിയത്. ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയുമെന്നാണ് ആശങ്ക. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ന്യൂയോർക്കിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുക്കും. അതേസമയം H-1B വിസ വിഷയത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി എസ് ജയശങ്കർ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. UN ആസ്ഥാനത്ത് നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകും. മധു കൊട്ടാരക്കര, വളരെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ, ഒന്ന് UN ജനറൽ അസംബ്ലി നടക്കാൻ പോകുന്നു. മാർക്കോ റൂബിയോയുമായി ഇപ്പോൾ എസ് ജയശങ്കർ ചർച്ച നടക്കുന്നു. ഈ ജയശങ്കർ റൂബിയോ കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് ന്യൂയോർക്കിൽ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് ജനറൽ അസംബ്ലി ആരംഭിച്ചത്. സമാധാനം, വികസനം, മനുഷ്യാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ്
ഈ 80-ാം വാർഷിക ആഘോഷങ്ങൾക്ക് അവർ തുടക്കമിട്ടത്. ലോകമെമ്പാടുമുള്ള നിരവധി മാധ്യമപ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് എസ് ജയശങ്കർ ആയിരിക്കും നമ്മളുടെ ഇന്ത്യൻ സംഘത്തെ പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തോടനുബന്ധിച്ച് നിരവധി ഉഭയകക്ഷി ചർച്ചകൾ ഐക്യരാഷ്ട്ര സഭാ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അപ്പുറത്തുള്ള പല കെട്ടിടങ്ങളിലും മറ്റ് രാജ്യങ്ങളുടെ ആസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പാലസ്തീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രമേയം ഉച്ച കഴിഞ്ഞ് ജനറൽ അസംബ്ലിയിൽ വരുന്നുണ്ട്. ഈ ഐക്യരാഷ്ട്ര സഭയിൽ ഏറ്റവും ഉയരത്തിൽ കേൾക്കുന്നത് പാലസ്തീന് വേണ്ടിയുള്ള ശബ്ദമായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സൗദി അറേബ്യയും അതുപോലെ ഫ്രാൻസും കൂടെ കൊണ്ടുവരുന്ന ഒരു പ്രമേയമായിരിക്കും പാലസ്തീൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് ജനറൽ അസംബ്ലിയിൽ കൊണ്ടുവരിക. UN ഇസ്രയേലിന്റെ അംബാസിഡർ അദ്ദേഹം അല്പസമയം മുമ്പ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സഭ വെറും ഒരു സർക്കസായി മാറിയിരിക്കുക എന്നാണ് ഡാനി ജാനോൺ പറഞ്ഞിരിക്കുന്നത്. നാളെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്ര സഭയെ അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്ര അസംബ്ലിയിൽ സംസാരിക്കുക. എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ താരിഫും അതുപോലെ H-1B വിസയിലെ ഉയർന്ന അപേക്ഷാ ഫീസും ഒക്കെ ഈ ചർച്ചകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, ന്യൂയോർക്കിൽ നിന്നും UN ആസ്ഥാനത്ത് നിന്നാണ് മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകിയത്. UN ജനറൽ അസംബ്ലിയുടെ ഓരോ ചലനങ്ങളും പ്രേക്ഷകരിലേക്ക് UN ആസ്ഥാനത്ത് നിന്ന് മധു കൊട്ടാരക്കര എത്തിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങളുമായി, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇപ്പോൾ നടക്കുകയാണ്. അത്തരം കൂടിക്കാഴ്ചകളുടെ വിവരങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അപ്ഡേറ്റുകൾ മധു കൊട്ടാരക്കര ന്യൂയോർക്കിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതേസമയം പുതുക്കിയ H-1B വിസ ഫീസ് പ്രാബല്യത്തിൽ വന്നു. നിലവിലെ വിസ ഉടമകൾക്ക് പുതിയ നിരക്ക് ബാധകമല്ല. ടെക് കമ്പനികൾ വിസ ദുരുപയോഗം ചെയ്തത് മൂലമാണ് ഫീസ് ഉയർത്തിയത് എന്ന ന്യായീകരണമാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. H-1B വിസയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. പുതിയ വിസ അപേക്ഷകൾക്കാണ് ഫീസ് വർധന ബാധകമാവുക. ഈ വിഭാഗത്തിൽ നിലവിൽ വിസ കയ്യിലുള്ളവരുടെ യാത്രകളെ തീരുമാനം ബാധിക്കില്ലെന്ന് അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പ് അറിയിച്ചിരുന്നു. 2023 നൽകിയ H-1B വിസകളിൽ 72% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർക്ക് തീരുമാനം തിരിച്ചടിയാകും. നിരക്ക് വർധന പ്രാബല്യത്തിലായതോടെ കാനഡയിലോ മെക്സിക്കോയിലോ പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികൾ ശ്രമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിസ ഫീസ് ഉയർത്തിയതിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസും രംഗത്തെത്തി. H-1B വിസകൾ ടെക് കമ്പനികൾ ദുരുപയോഗം ചെയ്തതിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് വൈറ്റ് ഹൌസിന്റെ ന്യായീകരണം. അമേരിക്കൻ ടെക്കുകളുടെ തൊഴിൽ നഷ്ടത്തിന് പ്രധാന കാരണം H-1B വിസകളാണെന്ന് പറയുന്നു. അമേരിക്കക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് കുറഞ്ഞ വേതനത്തിൽ വിദേശികളെ നിയമിക്കുന്നുവെന്നാണ് ആരോപണം. 5189 H-1B വിസകൾ ലഭിച്ച കമ്പനി അതിനുശേഷം 16,000 അമേരിക്കക്കാരെ പിരിച്ചുവിട്ടെന്ന് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. വിദേശികളുടെ നിയമനം മൂലം 40,000 അമേരിക്കൻ ടെക്കുകൾക്ക് ജോലിയില്ലാതായെന്നും വസ്തുതാപത്രത്തിലുണ്ട്. അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികൾക്കിടയിൽ 6.1%, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കിടയിൽ 7.5% തൊഴിലില്ലായ്മ ഉയർന്നെന്ന കണക്കുകളും പങ്കുവയ്ക്കുന്നുണ്ട് വൈറ്റ് ഹൌസ്. ബിസിനസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഹമാസിനെ ഇല്ലാതാക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന് വെല്ലുവിളിയാകുന്ന ഇറാന്റെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ടും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കൂ എന്നും നെതന്യാഹു പറഞ്ഞു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ചരിത്രപരമായ വർഷമാകും വരാനിരിക്കുന്നത് എന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജിഷ്ണു, ലോകരാജ്യങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഗാസ വിഷയത്തിൽ ഇസ്രായേലിന് മേൽ. പക്ഷെ അതൊന്നും കേട്ട ലക്ഷണം പോലുമില്ല. നെതന്യാഹുവിൻ്റെ പരാമർശങ്ങളിൽ ബന്ദികളെ മോചിപ്പിക്കും, ഗസ ഒരു ഭീഷണി അല്ലാതാകുന്നത് വരെ ഈ സൈനിക നടപടി തുടരും എന്നാണല്ലോ നെതന്യാഹു ഇപ്പോഴും വിശദീകരിക്കുന്നത്. എന്താണ് പശ്ചാത്തലം? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നെതന്യാഹു? തീർച്ചയായും വിജയകുമാർ, നോക്കൂ, ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു ഇസ്രായേലിൻ്റെ യുദ്ധം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഏറ്റവും തീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കണമെന്ന ആഹ്വാനമാണ് IDFിൻ്റെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യുദ്ധലക്ഷ്യങ്ങൾ മുഴുവൻ നിറവേറ്റേണ്ട വർഷമാണിത്. അത് മാത്രമല്ല, ഗാസയിൽ മാത്രമുള്ള പ്രശ്നം പരിഹരിച്ചാൽ മതിയാകില്ല. ഗസയ്ക്ക്
അതിനപ്പുറത്തേക്ക് നമുക്ക് ഭീഷണിയായി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഈ സുരക്ഷാ ഭീഷണിയെ നമ്മൾ നേരിടേണ്ടതുണ്ട്. സുരക്ഷ ഉറപ്പാക്കുക, രാജ്യസുരക്ഷ ഉറപ്പാക്കുക. അതിന് ഇറാൻ ആക്സിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അനൗദ്യോഗിക ആക്സിസ് നിലനിൽക്കുന്നുണ്ട്. അത് ലെബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും ഇറാഖും ഇറാനും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സംയുക്ത ഒരു അച്ചുതണ്ടാണ്. ആ അച്ചുതണ്ടിനെ കൂടി പരാജയപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഒരു സുരക്ഷയിലേക്ക്, രാജ്യസുരക്ഷയിലേക്ക് എത്താൻ സാധിക്കൂ എന്ന ആഹ്വാനമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം, ദോഹയിൽ വെച്ച് ഖത്തർ ഉച്ചകോടി നടക്കുന്ന സമയത്ത് ഒരു നാറ്റോ മോഡൽ ആർമി, ഒരു മിലിറ്ററി ഫോഴ്സ് വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ഇറാനായിരുന്നു. ഇറാനും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായിരുന്നു. അത്തരം ഭീഷണികൾ മുന്നോട്ട് വെക്കുന്ന രാജ്യങ്ങൾക്കെതിരെ നമ്മൾ നീങ്ങേണ്ട സമയമായിരിക്കുന്നു എന്ന ആഹ്വാനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് ഇപ്പോൾ എന്താ പറയുക, പലസ്തീൻ ഇസ്രായേൽ ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട ഏകദിന ഉച്ചകോടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ തങ്ങൾ ഒരുപടി പോലും പിന്നോട്ട് നിൽക്കില്ല എന്ന ഒരു വലിയ ഒരു ആഹ്വാനമാണ് നെതന്യാഹു നടത്തുന്നത്. വിജയകുമാർ, വയനാട്ടിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെന്മിനി അമ്പുകുത്തി 19 കൈപ്പശ്ശേരി പണിയ ഉന്നതിയിലെ ശങ്കരൻകുട്ടിയാണ് മരിച്ചത്. ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കോടതിയിൽ ഹാജരാകാനുള്ള നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് ശങ്കരൻകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. 2 ദിവസം മുന്നേ കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു. അത് മുഖേന അച്ഛൻ എന്നോട് പറയുകയും അച്ഛൻ പറഞ്ഞു ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെയാണ് എന്നോട് പറയുന്നത്, ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയാണ്, ഞാനിവിടെ നിൽക്കില്ല, ഞാനിവിടുന്ന് അങ്ങോട്ടും പോവുകയാണ്. അത് പ്രകാരമാണ് അച്ഛന് വിഷമമുണ്ടായത്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതാണ്. ലോൺ എടുത്ത ബത്തേരി ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ കേസിലായിരുന്നു അത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ആ മകൻ പറയുന്നത് കേട്ടിട്ട് വല്ലാതെ സങ്കടം തോന്നുന്നു. എന്താണ് സംഭവിച്ചത് സുർജിത്ത്? വിജയകുമാർ, ബാങ്കിൽ നിന്നെടുത്ത ലോൺ തുക തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ച ഗോത്ര വയോധികനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെന്മേനി അമ്പുകുത്തി 19 കൈപ്പഞ്ചേരി പണിയ ഉന്നതിയിൽ ഉൾപ്പെട്ട ശങ്കരൻകുട്ടി എന്ന 75-കാരനാണ് വീടിനടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താൻ ബത്തേരി ഗ്രാമീണ ബാങ്കിൽ നിന്നെടുത്ത തുക തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സുൽത്താൻ ബത്തേരി മുൻസിഫ് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു മരണം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 20 വർഷം മുമ്പാണ് ശങ്കരൻകുട്ടി 25,000 രൂപ ലോണായി എടുത്തതെന്നാണ് മകൻ പറയുന്നത്. തിരിച്ചടയ്ക്കാൻ കഴിയാതായതോടെ പലിശയടക്കം ലോൺ തുക 2,19,000-ത്തിലധികം രൂപയായി. ഇത് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബാങ്ക് മാനേജർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അടക്കമുള്ള നോട്ടീസാണ് ലഭിച്ചത്, ശങ്കരൻകുട്ടിക്ക് ലഭിച്ചത്. ഇത് ലഭിച്ചത് മുതൽ പിതാവ് അസ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ് മകൻ പറയുന്നത്. താൻ ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞിരുന്നതായി മകൻ ബാബു വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പിന്നീട് ഇന്ന് വൈകിട്ടോടെ വീടിനോട് ചേർന്ന കാപ്പിത്തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ശങ്കരൻകുട്ടിയെ കണ്ടെത്തുന്നത്. വിവരമറിഞ്ഞെത്തിയ അമരവേൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് അനുസരിച്ച് ഇതിന്റെ മനോവിഷമത്തിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് എത്തിയതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ, ശരി. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. BJPയെ വെട്ടിലാക്കി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ്. നമ്മുടെ ആളുകളെ സഹായിച്ചെന്നും വായ്പ എടുത്തവർ പണം തിരിച്ചടയ്ക്കാൻ വൈകിയെന്നും കുറിപ്പിലുണ്ട്. CPMന്റെ രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയ വേട്ട ഉണ്ടായത് സ്വന്തം പാർട്ടിയിൽ നിന്നെന്ന് BJPയെ CPM വിമർശിച്ചു. ആത്മഹത്യക്ക് കാരണം ബാങ്കിലെ പ്രതിസന്ധിയെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തിരുമല അനിലിന്റെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. നമുക്ക് തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ട്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കിയത് പ്രതിസന്ധിയായി. നമ്മുടെ ആൾക്കാർ എന്നത് BJP ആണെന്ന് CPIM. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ 2 ഭാഗത്താണ് BJP മറുപടി പറയേണ്ടത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. ആരാണ് ഈ നമ്മുടെ ആൾക്കാർ? BJPയുടെ ആരെല്ലാമാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്? നമ്മുടെ ആൾക്കാർ എന്നത് വായ്പയെടുത്ത ആളുകളെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് BJP നേതാവ് വി മുരളീധരന്റെ വിശദീകരണം. CPIM രാഷ്ട്രീയ വേട്ട അവസാനിപ്പിക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത്
മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPIM പോലീസ് ഗൂഢാലോചന എന്നാരോപിച്ച് BJP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് തിരുമല അനിൽ ഔദ്യോഗികമായി BJPയെ സമീപിച്ചിട്ടില്ലെന്നും അതിനാൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സാവകാശം ആവശ്യപ്പെട്ട് കത്തു നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ SIR നീട്ടിവെക്കണം എന്നാണ് കത്തിലെ ആവശ്യം. രാജ്യവ്യാപക SIR ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചന. സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം അവസാനം തന്നെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശവും നൽകിയിരുന്നു. 2002-നും 2004-നും ഇടയിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മുൻപ് SIR നടത്തിയത്. കേരളം 2002-ലെ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. കേരളത്തിൽ അടുത്ത വർഷം മെയ്യിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ കൂടി പുരോഗമിക്കുന്നതിനാൽ SIR നടപടികൾ സങ്കീർണമാകുമെന്ന ആക്ഷേപമാണ് സർവകക്ഷി യോഗത്തിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത്. തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികളും ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും. ഇതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സാവകാശം നൽകണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ആവശ്യം. കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കമ്മീഷന്റെ ഏകപക്ഷീയ നീക്കം കടുത്ത ആരോപണങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന കേരളത്തിൽ നടപ്പാക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നാണ് CPIM നിലപാട്. 24 തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 പേരും CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, മരിച്ച 2 പേരും പ്രധാനികളാണ്. സുരക്ഷാ സേന ഇവരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ തലയ്ക്ക് വിലയിട്ടിരുന്നു. 2 പ്രധാനപ്പെട്ട നേതാക്കളായതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒക്കെ പ്രതികരണം ഈ ഏറ്റുമുട്ടലിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് അജീഷ് വിവരങ്ങൾ? വിജയകുമാർ, അമിത്ഷാ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഈ മാവോയിസ്റ്റ് സംഘടനയുടെ നട്ടലായിട്ടുള്ള 2 പേരെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചത് എന്നാണ്. ഇന്ന് രാവിലെയായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത്. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിയിലെ നാരായൺപൂരിലുള്ള അബുജ്മാഡ് എന്ന മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ സുരക്ഷാ സേന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഈ ഏറ്റുമുട്ടലിലാണ് 2 പേരെ വകവരുത്തിയത്. രാമചന്ദ്ര റെഡ്ഡി, സത്യനാരായണൻ റെഡ്ഡി എന്നിവരാണ് ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. ഇവരുടെ പക്കലിൽ നിന്ന് ആയുധങ്ങളടക്കം ഈ സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. അതിൽ AK-47 അടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്ക് 40 ലക്ഷം രൂപയായിരുന്നു ഇവർക്ക് തലയ്ക്ക് വിലയിട്ടിരുന്നത്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു നേരത്തെ തന്നെ സുരക്ഷാ സേനകൾ വ്യക്തമാക്കിയിരുന്നത്. അവരെ 2 പേരെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചത്. നേരത്തെ തന്നെ ഈ ഛത്തീസ്ഗഡ് മേഖലയിൽ ഈ മാവോയിസ്റ്റുകളുടെ പേരിൽ ഒരു ലഘുലേഖ പുറത്തിറങ്ങിയിരുന്നു. അതിൽ ഈ സുരക്ഷാ സേനയുമായി ഈ ആഭ്യന്തരമന്ത്രിയുമായി ഒക്കെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന തരത്തിലായിരുന്നു അന്ന് ഈ ലഘുലേഖ ഇറങ്ങിയിരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ആധികാരികത ഉറപ്പാക്കാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. തങ്ങളുടെ ഈ തെരച്ചിൽ തുടരും എന്ന, മാവോയിസ്റ്റ് വേട്ട തുടരും എന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു പ്രതികരണം വന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് രാവിലെ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. മാവോയിസ്റ്റുകൾക്കെതിരായ സേനാ നടപടി, സുരക്ഷാ സേനയുടെ നടപടി തുടരുകയാണ്. CPI മാവോയിസ്റ്റിന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. മാവോയിസ്റ്റ് ഗ്രൂപ്പിലെ വളരെ പ്രധാനികളാണ് 2 പേരും. അതുകൊണ്ട് അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഒക്കെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. രാജസ്ഥാനിൽ മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെ ആക്രമണം. മലയാളി പാസ്റ്റർക്കും വിശ്വാസികൾക്കും മർദ്ദനമേറ്റു. ആക്രമണത്തിന് പിന്നിൽ ബജറംഗ് ദൾ പ്രവർത്തകരെന്ന് പാസ്റ്റർ ബോവാസ് ഡാനിയേൽ പറഞ്ഞു. വടികൊണ്ട് മർദ്ദിച്ചെന്നും മുഖത്തടിച്ചെന്നും മർദ്ദനമേറ്റവർ 24-നോട് പ്രതികരിച്ചു. പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയ്പൂരിലെ പ്രതാപ് നഗറിലെ AG ചർച്ചിന് നേരെയാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത്. പ്രാർത്ഥന ശുശ്രൂഷയ്ക്കിടെയായിരുന്നു ആക്രമണം. മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയേലിന് മർദ്ദനമേറ്റു. പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണി ഉൾപ്പെടെ ആക്രമണത്തിനിരയായി. മർദ്ദനത്തിൽ മുഖത്തും കണ്ണിലും പരിക്കേറ്റു.
പ്രാർത്ഥനയ്ക്കെത്തിയവരുടെ മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തിയ ശേഷമാണ് മർദ്ദനമുണ്ടായതെന്നാണ് ആരോപണം. ആക്രമണത്തിനു പിന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരെന്ന് പാസ്റ്റർ ബോവാസ് ഡാനിയേൽ ആരോപിച്ചു. പാസ്റ്റർ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. വിനീത വിജി, 24, ഡൽഹി. തൃശൂർ പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ സർവീസ് റോഡിലെ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിക്കാതിരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽക്കാലിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം വ്യാഴാഴ്ച വിഷയം പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. കർശന ഉപാധികളോടെ പാലിയക്കരയിലെ ടോൾ വിലക്ക് നീക്കാമെന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. എന്നാൽ ഇന്നലെ മുരിങ്ങൂർ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമായി മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ എന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചത്. പ്രശ്നം പരിഹരിച്ച ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനും ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം ഈ VUPകളുടെ പണി നടത്താൻ. അതൊന്നുമില്ല. കുറച്ച് ബംഗാളികളെ വെച്ചിട്ട് ഇവർ ശാസ്ത്രീയമല്ലാതെയാണ് പണി നടത്തുന്നത്. ഇവർ തട്ടിക്കൂട്ട് പണി നടത്തി എങ്ങനെയെങ്കിലും ടോൾ പിരിക്കാം എന്നുള്ള ശ്രമമാണ്. അതാണ് കോടതി തടയിട്ടത്. 47 ദിവസമായി പാലിയക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വാദം. എന്നാൽ മുരിങ്ങൂരിലെ മണ്ണിടിച്ചിൽ പ്രതിസന്ധിയായി. പുതിയ ടോൾ നിരക്ക് പ്രഖ്യാപിച്ചിട്ടും പിരിച്ചു തുടങ്ങാനാകാത്തത് ദേശീയപാത അതോറിറ്റിക്ക് കനത്ത തിരിച്ചടിയാണ്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. വയനാട് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്നടിച്ച് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ. വിവാദങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായി ദ്രോഹിക്കാനുള്ള നീക്കം എന്നാണ് കുറ്റപ്പെടുത്തൽ. തന്നെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റാൻ നീക്കമില്ല. സംഘടനാ പ്രശ്നങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണെന്നും ND അപ്പച്ചൻ 24നോട് പറഞ്ഞു. ND അപ്പച്ചനെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രതികരണം. എന്നെ മാറ്റണമെന്ന് ആരും, ഞാൻ എന്നാ മാറാൻ ആഗ്രഹിക്കുന്നത്? നാളെ മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ മാറും, അല്ലെങ്കിൽ ഞാൻ മാറുകയില്ല. അതാണ് എൻ്റെ സ്ഥിതി. എനിക്കിതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്നൊരു ആഗ്രഹവുമില്ല. മുള്ളൻകൊല്ലിയിലെ പ്രശ്നങ്ങളടക്കം സംഘടനാ വിഷയങ്ങൾ പലതും ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതാണ് തന്നെ മോശക്കാരനാക്കുക എന്നാണ് ഉദ്ദേശം. എനിക്കെതിരെ വ്യക്തിപരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടി, എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, എൻ്റെ സംഘടനാ പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ചില പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജോണിൻ്റെയും NM വിജയൻ്റെയും ആത്മഹത്യയിൽ തനിക്ക് ഒരു ബന്ധവുമില്ല. ജോൺ മരിക്കുന്നതും അതുപോലെ തന്നെ അതിനുശേഷം NM വിജയൻ മരിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് എനിക്കൊരു പങ്കാളിത്തം അതിലില്ല. ഞാൻ ആ കാര്യങ്ങൾ ഇടപെട്ട ആളുമല്ല. പോലീസ് അന്വേഷണം നടന്നിട്ട് കുറ്റവാളികളാരാൻ ശിക്ഷിക്കട്ടെ അവർ. പ്രിയങ്ക ഗാന്ധി കാണാൻ സമ്മതിച്ചില്ല എന്ന വാർത്തയ്ക്ക് പിന്നിൽ ദ്രോഹിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. സാധാരണ പ്രവർത്തകനായി വന്നതാണ്. അവസാന ശ്വാസം വരെ പാർട്ടിക്കൊപ്പം തുടരുമെന്നും ND അപ്പച്ചൻ പറഞ്ഞു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. CK ജാനുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് UDF-നൊപ്പം ചേരാൻ താൽപര്യം. ഇന്നലെ കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് ഭൂരിഭാഗം അംഗങ്ങളും UDF പ്രവേശനത്തെ അനുകൂലിച്ചത്. എന്നാൽ UDF പ്രവേശനം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് CK ജാനു പ്രതികരിച്ചു. NDA വിട്ട JRPയുടെ ഭാവി പരിപാടി ചർച്ച ചെയ്യാൻ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഉടൻ ഒരു മുന്നണിയിൽ പ്രവേശനം നേടണമെന്ന ആവശ്യമുയർന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-നൊപ്പം ചേരുന്നതാണ് നല്ലതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടു. CK ജാനുവിനും UDF-നോടാണ് താൽപര്യം. പല നേതാക്കളും തങ്ങളുമായി സംസാരിക്കുന്നുണ്ടെന്ന് ഇന്നലെ CK ജാനു 24നോട് സ്ഥിരീകരിച്ചിരുന്നു. സംസാരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി മുന്നണിയായിട്ട് യോജിച്ചു പോകണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ JRP ഒരു മുന്നണിയിലുണ്ടാവും. മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടുത്തിടെയാണ് CK ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി NDA വിട്ടത്. നിഖിൽ പ്രമേഷ്, 24, കോഴിക്കോട്. D രാജ ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ CPI പാർട്ടി കോൺഗ്രസിൽ കരട് രേഖകളുടെ അവതരണം പൂർത്തിയായി. പലസ്തീൻ, ക്യൂബ ഐക്യദാർഢ്യ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് പാസാക്കി. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടത് ഐക്യം കെട്ടിപ്പടുക്കണമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി D രാജ പറഞ്ഞു. പ്രായപരിധി കർശനമാക്കണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് ദേശീയ സെക്രട്ടറി അമർജിത് കൗർ 24നോട് പ്രതികരിച്ചു.
പതാക ഉയർത്തലും ഉദ്ഘാടന സമ്മേളനവും പൂർത്തിയാക്കി പാർട്ടി കോൺഗ്രസ് ഔപചാരിക നടപടികളിലേക്ക് കടന്നു. രാഷ്ട്രീയ പ്രമേയം, സംഘടനാ റിപ്പോർട്ട്, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് എന്നിവയുടെ കരട് അവതരണം പൂർത്തിയായി. ചർച്ചകൾ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കടുത്ത വിമർശനങ്ങൾ ചർച്ചകളിൽ ഉയരുമെന്നാണ് സൂചന. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണോ എന്ന കാര്യത്തിൽ അനൗപചാരിക ചർച്ചകളും നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് അമർജിത് കൗർ. സങ്കുചിത മനോഭാവം വെടിഞ്ഞ് വിശാല ഇടതൈക്യം കെട്ടിപ്പടുക്കണമെന്ന് MA ബേബി അടക്കം മറ്റ് ഇടതു പാർട്ടി ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ D. രാജ. We need political unity based on clear principles. We need secularism, democracy, social justice and people's welfare at the core. This is where the left has a decisive role. ഇന്ന് ചേർന്ന പലസ്തീൻ ക്യൂബ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേസ്, ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അഗുലേര എന്നിവർ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളെയും പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠമായി പാസാക്കി. കരട് റിപ്പോർട്ടുകളുടെ അവതരണത്തിന് ശേഷം ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസ്. പ്രായപരിധി കർശനമായി പാലിക്കുമോ, D. രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നീ കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. മുസ്ലിം ലീഗിന്റെ വയനാട് ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണം നിർത്തിവെക്കാൻ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം. പ്ലോട്ട് വിഭജനത്തിന് ചട്ടപ്രകാരം അനുമതി തേടാതെ വീടുകളുടെ നിർമ്മാണം തുടങ്ങി എന്ന് കാട്ടിയാണ് ഈ നടപടി. നിർമ്മാണം തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തൃക്കൈപ്പറ്റ വെള്ളിത്തോടാണ് മുസ്ലിം ലീഗ് 2 സ്ഥലങ്ങളിലായി ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രദേശത്ത് 68 വീടുകളുടെ നിർമ്മാണത്തിന് ടൗൺ പ്ലാനറുടെ ലേഔട്ട് അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ പ്ലോട്ട് വിഭജനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാതെ നിർമ്മാണം തുടങ്ങിയത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നോട്ടീസ് അയച്ചത്. ഇതിന് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല. ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. ഇതിനുശേഷമാണ് നിർമ്മാണം നിർത്തിവെക്കാൻ വാക്കാൽ നിർദ്ദേശം നൽകിയത്. കെട്ടിടം നിർമ്മിക്കാൻ പെർമിറ്റ് ലഭിച്ച ശേഷമേ ഇനി നിർമ്മാണം തുടങ്ങാൻ കഴിയൂ. എന്നാൽ നിർമ്മാണം തടസ്സപ്പെടില്ലെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കുവെക്കുന്നത്. തടസ്സപ്പെടുത്തിയാലും അത് നിലനിൽക്കുകയില്ല. ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ വീട് എടുത്തു കൊടുക്കുന്നത്. 8000-ലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾക്കറിയാം. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, രേഖകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കകളൊന്നും വകയില്ല. അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കാൻ തന്നെ. പദ്ധതി പ്രദേശത്തെ തോട്ടഭൂമി തരം മാറ്റിയെന്ന് ലാൻഡ് റവന്യൂ ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെയാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം. 24 വയനാട്. KJ ഷൈൻ, CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ 2ാം പ്രതി KM ഷാജഹാന്റെ വീട്ടിൽ പോലീസ് ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരത്തെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. ഹാജരാകാൻ KM ഷാജഹാന് അന്വേഷണ സംഘം നോട്ടീസ് നൽകും. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഈ പരിശോധന നടക്കുമ്പോൾ KM ഷാജഹാൻ വീട്ടിലുണ്ടോ? വിജയകുമാർ വീട്ടിലുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് പറവൂരിൽ നിന്നും സൈബർ വിദഗ്ധരടക്കമുള്ള സ്പെഷ്യൽ ടീം ഉൾപ്പെടെ പറവൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ എത്തി ഈ ചെറുവയ്ക്കലെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ വീട്ടിൽ വെച്ചാണോ ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചാണോ അടക്കമുള്ളത് പോലീസിന് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗാഡ്ജറ്റുകൾ, പ്രധാനമായും യൂട്യൂബ് വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ക്യാമറ, മൊബൈൽ ഫോൺ, മറ്റ് സാധന സാമഗ്രികൾ, ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഇവിടെ പോലീസ് സംഘം എത്തി ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. KM ഷാജഹാൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഇവിടെ പോലീസ് തികച്ച ബന്ധോസിലാണ്. ഈ അകത്തേക്ക്, അതായത് ഈ വീടിൻ്റെ അകത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ വിഷ്വലായി അധികം ചിത്രീകരിക്കാൻ സാധിക്കില്ല. ആ രീതിയിൽ പുറത്തേക്ക് പോലീസ് സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനെത്തി ഇവിടെ ചിത്രീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൂടി നൽകി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 1 മണിക്കൂർ മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ
ഈ ഷൈൻ നൽകിയ പരാതിയിൽ ഈ രീതിയിൽ രണ്ടാം പ്രതിയായിട്ടുള്ള KM ഷാജഹാനെ സംബന്ധിച്ച് നിലവിൽ ഇദ്ദേഹം ഒളിവിലാണ്, ഒപ്പം തന്നെ ഈ വീട്ടിൽ ഇദ്ദേഹം ഉണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഗാഡ്ജറ്റുകളാണ് നമുക്ക് ഇവിടെ നിന്ന് പോലീസ് സംഘത്തിനുള്ളത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി വിവരം വരുന്നത് ഈ KM ഷാജഹാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നെങ്കിലും നിലവിൽ ഷാജഹാൻ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. മുനമ്പം DYSPക്കാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല. ഒപ്പം തന്നെ ഷൈൻ്റെ മാത്രം പരാതിയല്ല, മറ്റ് ഇടത് CPMൻ്റെ മറ്റ് 3 MLAമാരുടെ കൂടി പരാതിയുണ്ട്. അങ്ങനെ ഈ രീതിയിൽ യൂട്യൂബ് വീഡിയോയിലൂടെ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്നു, ലൈംഗികപരമായിട്ടുള്ള പരാമർശം നടത്തുന്നു. അങ്ങനെ ഉള്ള പരാതികളിലാണ് നിലവിൽ KM ഷാജഹാനെതിരെ കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പാണ്. ഒപ്പം തന്നെ ഈ രീതിയിൽ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് നീങ്ങുമോ എന്നത് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തെ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇവിടെ പ്രത്യേക സംഘം അതീവ രഹസ്യമായി ഈ വീട്ടിലെത്തി. നേരത്തെ ഷാജഹാൻ താമസിച്ച് വന്നിരുന്നത് പ്രശാന്ത് നഗറിലായിരുന്നു. പ്രശാന്ത് നഗറിലെ കുടുംബ വീട്ടിലായിരുന്നു താമസം. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരണമൊക്കെ തന്നെ നടത്തുന്നത് ഈ ഉള്ളൂർ ചെറുവേക്കിലെ വീട്ടിലാണ്. KM ഷാജഹാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചുള്ള ലാപ്ടോപ്പ്, ക്യാമറ, മൊബൈൽ ഫോൺ, മറ്റു സാധന സാമഗ്രികളൊക്കെ തന്നെ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ വെച്ച് എപ്പോഴാണ് ഈ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ഷാജഹാൻ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നിലവിൽ ആ ഫോൺ കസ്റ്റഡിയിൽ എടുത്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. KM ഷാജഹാൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് കൂടി കൈമാറിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആലുവ സൈബർ ക്രൈം സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ KM ഷാജഹാന്റെ വീട്ടിൽ നിന്ന് ഈ പോലീസ് അദ്ദേഹത്തിന്റെ ഐഫോൺ ആണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ഫോൺ ഉപയോഗിച്ചാണ് ഈ ഷൈനെതിരായ വീഡിയോ ചിത്രീകരിച്ചതും ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്തതുമെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ രീതിയിൽ ഈ ഐഫോൺ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നാളെ ഹാജരാകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ശരി മനീഷ്, നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകും. KM ഷാജഹാൻ ആ വീട്ടിലുണ്ട്. പോലീസ് പരിശോധന നടത്തുമ്പോൾ KM ഷാജഹാൻ വീട്ടിലുണ്ട്. ചില ഫോണുകളൊക്കെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പരിശോധനകൾക്കായി അന്വേഷണ സംഘം നാളെ ചോദ്യം ചെയ്യലിന് ആലുവയിൽ ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.